നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പാർട്ടാണ് ജോയിൻസ്. നമ്മുടെ ശരീരത്തിൽ ജോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോയിൻസിൽ മൂവ്മെന്റ് പോസിബിൾ ആവണം അല്ലേ, എന്നാലേ നമുക്ക് അനക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന തന്നെ ലോക്കോമോഷൻ, മൂവ്മെന്റ്, സ്കെലറ്റൽ സിസ്റ്റം എങ്ങനെ നമ്മളെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അപ്പോൾ ഈ ജോയിൻസിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഫൈബ്രസ് ജോയിന്റ്. പക്ഷേ ഈ ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ജോയിന്റ് ആണ്. അത് അനങ്ങ സമ്മതിക്കില്ല, ഫിക്സ്ഡ് ബോൺസ് ആണ്. ഇനി കാർട്ടിലേജൻസ് ജോയിന്റ് എന്ന് പറയുമ്പോൾ എ കൈൻഡ് ഓഫ് ലിമിറ്റഡ് മൂവ്മെന്റ് ഓർ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി. കുറച്ചൊക്കെ അനക്കാം, ഭയങ്കരമായിട്ട് അങ്ങ് അനക്കാൻ പറ്റില്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് അനക്കാൻ പറ്റും. മൂന്നാമത്തെ സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുന്നതാണ് മൂവബിൾ ജോയിന്റ്സ്. നന്നായിട്ട് മൂവ് ചെയ്യാൻ സമ്മതിക്കും. ഇനി സൈനോവിയൽ ജോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ്. കാരണം ഇവിടെ ഒത്തിരി മൂവ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ബോൺസ് തമ്മിൽ ഇങ്ങനെ ഒരഞ്ഞ ഫ്രിക്ഷൻ വരാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് മൂന്ന് മെയിൻ ജോയിന്റ്സ് ആണുള്ളത്. ഫൈബ്രസ് ജോയിന്റ്സ്, അത് അനങ്ങാനേ സമ്മതിക്കില്ല. കാർട്ടിലേജിനസ് ജോയിന്റ് മീൻസ് അവിടെ കാർട്ടിലേജ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. വേറെ സൈനോവിയൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ മോർ ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റ്ലി മൂവ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്സ് ആണ് ഈ സൈനോവിയൽ ജോയിന്റ് ഉള്ളത്. ആദ്യത്തെ ഫൈബ്രസ് ജോയിന്റ് നമ്മുടെ സ്കള്ളിലാണ്. നമ്മുടെ സ്കള്ളില് ക്രേനിയൽ പാർട്ടിൽ ഞാൻ പറഞ്ഞു 8 ബോൺസ് ഉണ്ട്, ഫ്രണ്ടൽ, പെരൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ. അവ തമ്മിൽ ഒരു ഫൈബ്രസ് ലിഗമെന്റ് കൊണ്ട് ഇങ്ങനെ തച്ച് വെച്ചിരിക്കുക, സ്യൂച്ചറിങ്. നമ്മളിങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് സ്യൂച്ചറിങ് എന്ന് പറയുന്നത്. അതുപോലെ തിക്ക് ഫൈബ്രസ് ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ സ്യൂച്ചർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അത് ഇമ്മൂവബിൾ ആണ്. പക്ഷെ കുഞ്ഞുങ്ങളിൽ അത് അത്ര സ്യൂച്ചറിങ് ഇല്ല. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പഠിക്കുന്ന ഉടനെ അവർ ടപ്പിൽ നിന്ന് വീഴും, അല്ലെങ്കിൽ എണീറ്റ് നിന്ന് അവിടെ നിന്ന് ടപ്പിൽ നിന്ന് തറയെ വീഴും. തല ഇടിക്കുന്ന കേട്ടാൽ നമ്മൾ ചോദിച്ചാൽ അയ്യോ പൊട്ടിയെന്ന്. പക്ഷെ പൊട്ടില്ല. അതെന്തുകൊണ്ടാണ്? അവരുടെ ബോൺസ് ഫിക്സ് അല്ല, അവർ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്, അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്കത് കംപ്ലീറ്റ്ലി റിജിഡ് ആണ്. അതുകൊണ്ടാണ് 2 വീലർ ഉപയോഗിക്കുന്നതിന് നിർബന്ധമായി ഹെൽമെറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കാരണം തലയ്ക്ക് എന്തെങ്കിലും ഇടി പറ്റിയാൽ അത് പൊട്ടും, അത് വളരെ ഡാമേജിങ് ടു ദ ബോഡി. കാരണം നമ്മുടെ ബാക്കി എല്ലാ ഫുൾ ബോഡി സപ്പോർട്ട് ചെയ്യുന്ന തലയാണ്. അപ്പോൾ തല പ്രൊട്ടക്ട് ചെയ്തില്ലേ പിന്നെ പ്രയോജനം ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത വരുന്നത്, അപ്പോൾ ഫൈബ്രസ് ജോയിന്റ് എവിടെയാണുള്ളത്? നമ്മുടെ സ്കള്ളിൽ. ഇനി കാർട്ടിലേജിനസ് ജോയിന്റ്. കാർട്ടിലേജിനസ് ജോയിന്റ്സ് കാർട്ടിലേജ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഓരോ വെർട്ടിബ്രൽ കോളത്തിലാണ് ഇത് കാണുന്നത്. ഓരോ വെർട്ടിബ്രയുടെ ഇടയ്ക്ക് ഒരു ബ്ലൂ കളറിൽ കണ്ടോ, അതാണ് കാർട്ടിലേജ്. അതുള്ളത് കൊണ്ട് തന്നെ റിജിഡ് അല്ല, നമ്മുടെ ബാക്ക് ബോൺ ഇത്തിരി ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും തറ വീണ് എനിക്കൊന്ന് കുനിഞ്ഞെടുക്കാൻ പറ്റും, ബിക്കോസ് ഓഫ് ദാറ്റ് കാർട്ടിലേജ്. അല്ലെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് ഒന്ന് കുറച്ചൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ചിലർക്ക് അങ്ങ് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നല്ല യോഗ അല്ലെങ്കിൽ എയറോബിക്സ്, ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഫ്ലെക്സിബിലിറ്റി, അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവരത് അച്ചീവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി ആണ് കാർട്ടിലേജിനസ് ജോയിന്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സൈനോവിയൽ ജോയിന്റിലേക്ക് വന്നാൽ, സൈനോവിയൽ ജോയിന്റ് ഞാൻ പറഞ്ഞു സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ വീണ്ടും പലതായിട്ട് തിരിച്ചിട്ടുണ്ട്, 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അതായത് ഒരു ബോള് ഒരു സോക്കറ്റിൽ വിടാൻ ഇങ്ങനെ കറങ്ങാൻ പറ്റും അല്ലെ, ഫുൾ 360 ഡിഗ്രി ബോൾ ബെയറിംഗ് പോലെ. അതിനെയാണ് നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ആമില്, അതായത് നമ്മുടെ ഹ്യൂമറസിന്റെ ഹെഡ് നമ്മുടെ ഗ്ലിനോയിഡ് ക്യാവിറ്റിക്കകത്ത് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് 360 ഡിഗ്രി മൂവ്മെന്റ് പോസിബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും കൈ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ കാല് 360 ഇങ്ങനെ എടുത്ത് നമുക്ക് കാല് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ അസെറ്റബിലത്തിലേക്ക് ഫീമറിന്റെ ഹെഡ് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ എന്ത് ജോയിന്റ് ആണുള്ളത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അതുകൊണ്ട് നമുക്ക് 360 ഡിഗ്രി മൂവ്മെന്റ് പോസിബിൾ ആണ്. നെക്സ്റ്റ് ഒരു ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വാതിലിലൊക്കെ വിജാഗിരി എന്ന് പറയില്ലേ, ഈ വിജാഗിരി വെച്ച വാതിലിൽ നമുക്ക് ഒരു സൈഡിലോട്ട് ഫുള്ള് തുറക്കാം, മറ്റേ സൈഡിലോട്ട് പോകും ഇല്ല. അതുപോലെയാണ് നമ്മുടെ കൈ. ഇവിടെ നമുക്ക് ഫുള്ള് മടക്കാം, പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് പിറകോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ഒരു ഹിഞ്ച് ജോയിന്റ് അവിടെ വരുന്നത് കൊണ്ടാണ്. അപ്പൊ കാലിന്റെ മുട്ടിലും കൈയുടെ മുട്ടിലും നമുക്ക് ഹിഞ്ച്, കാലും അതെ പിറകോട്ട് മടക്കാം, മുമ്പോട്ട് മടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഹിഞ്ച് ജോയിന്റ്. കാൽമുട്ടിലും കൈമുട്ടിലും കാണുന്നതാണ് ഹിഞ്ച് ജോയിന്റ്. അത് ഒരു വശത്തേക്ക് മാത്രമേ കംപ്ലീറ്റ് മൂവ്മെന്റ് നടത്തുന്നുള്ളൂ. ഇനിയുള്ളതാണ് പിവറ്റ് ജോയിന്റ്. പിവറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ. ഇത് എത്ര പോകാൻ നമുക്ക്? 180 പോകാൻ പറ്റും. എനിക്ക് ബാക്കിലോട്ട് തിരിഞ്ഞ് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്ത് വരാൻ പറ്റുമോ? ഇല്ല. അതിനെയാണ് നമ്മൾ പിവറ്റ് ജോയിന്റ്. 180 ഡിഗ്രി മൂവ്മെന്റ് പോസിബിൾ ആണ്. അത് എവിടെയാണ് പ്രസന്റ്? നമ്മൾ ആദ്യത്തെ വെർട്ടിബ്രയുടെ പേര് അറ്റ്ലസ് ആണെന്ന് പറഞ്ഞു, അതിന്റെ അടുത്തുള്ളതിന്റെ പേര് ആക്സിസ് ആണ്. അപ്പൊ അറ്റ്ലസിനും ആക്സിസിനും ഇടയിലാണ് ഈ പിവറ്റ് ജോയിന്റ് നമ്മളെ തല മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഞാൻ പറഞ്ഞു ഇവിടെ കാർപ്പൽസ് ഉണ്ട്, 4 ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിങ്ങനെ നമ്മുടെ കൈ റിസ്റ്റ് ഒക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും ഈ മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബോൺ മറ്റേതിന്റെ പുറത്ത് ഇങ്ങനെ തെന്നി മാറും, അതിന് ഗ്ലൈഡിങ്, തെന്നുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മൂവ്മെന്റ് പോസിബിൾ. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു എന്ത് ഫ്രിക്ഷൻ ആയിരിക്കും, എല്ലുകൾ തമ്മിൽ ഉരഞ്ഞിട്ടല്ലേ. അതാണ് സൈനോവിയൽ ജോയിന്റ് എന്ന് പറയുന്നത്. നമുക്കുള്ളത് സാഡിൽ ജോയിന്റ് ആണ്. ഇത് ഈ കാർപ്പലും മെറ്റാകാർപ്പലും തമ്മിലുള്ള
ഒരു ജോയിന്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക തരം മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ തം ജോയിന്റ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. ഈ തമ്മിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആർട്ടിക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഹോൾഡ് ചെയ്യാനും പേന പിടിക്കാനും അല്ലെങ്കിൽ സൂചി എടുക്കാനും ഒക്കെ പറ്റും. പക്ഷേ ആനിമൽസിലൊക്കെ ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള കൈകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് സാഡിൽ ജോയിന്റ് ബിറ്റ്വീൻ ദ തം റീജിയൻ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ. അപ്പോൾ സൈനോവിയൽ ജോയിന്റ്സ് 5 തരത്തിലുണ്ട്. ആദ്യത്തേത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഷോൾഡറിലും ഹിപ്പിലും. പിന്നെ ഹിഞ്ച് ജോയിന്റ് എൽബോയിലും നീയിലും. പിവറ്റ് ജോയിന്റ് അറ്റ്ലസിനും ആക്സസിനും ഇടയ്ക്ക് തല 180 ഡിഗ്രി മൂവ്മെന്റ്. ഗ്ലൈഡിംഗ് ജോയിന്റ് നമ്മുടെ റിസ്റ്റിലും ആംഗിളിലും കാർപ്പൽസിലും ബിറ്റ്വീനും ടാസൽസിന്റെ ഇടയ്ക്കും. സാഡിൽ ജോയിന്റ് എന്ന് വെച്ചാൽ കാർപ്പലും മെറ്റാകാർപ്പലും കൈ. ഇനി എല്ലാ ചാപ്റ്ററിലേയും പോലെ അവസാനം കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ട്. മസ്കുലർ സിസ്റ്റത്തിനെയും സ്കെലിറ്റൽ സിസ്റ്റത്തിനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ഒന്നാമത്തേത് മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയും. ഈ മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് നമ്മളെ പ്രതിരോധിക്കാനുള്ളതാണ് അല്ലേ, പക്ഷെ അത് തന്നെ നമ്മുടെ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് ന്യൂറൽ സിഗ്നൽസ് മസിൽസിലേക്ക് കടക്കുന്ന അവിടെയാണ് ഡാമേജ് ആയി പോകുന്നത്. അതുകൊണ്ട് തന്നെ മസിലിനെ കറക്റ്റായിട്ട് മെസ്സേജ് കിട്ടാത്തതുകൊണ്ട് മസിൽ മൂവ്മെന്റ് പോസിബിൾ ആവില്ല. അങ്ങനെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം മസിലിന്റെ മൂവ്മെന്റ് കുറയും, മസിൽ ചിലപ്പോൾ പാരലൈസ്ഡ് ആയി പോകും. ഈ കുട്ടിയുടെ തന്നെ കണ്ണ് കണ്ടോ ഡ്രൂപ്പ് ചെയ്തിരിക്കുന്ന അടഞ്ഞതുപോലെ, കാരണം ആ കുട്ടിക്ക് തുറക്കാൻ പറ്റില്ല, കാരണം മസിൽസിലോട്ട് ആ മെസ്സേജ് എത്തുന്നില്ല. പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും മൂവ്മെന്റിനെ അഫക്റ്റ് ചെയ്യും, കാരണം കൈയും കാലും ഒക്കെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ സിഗ്നൽ വരണം, ഈ സിഗ്നൽ വരുന്നില്ല, മൂവ് ചെയ്യുന്നുമില്ല. പിന്നെ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഒരു ജനിതക രോഗമാണ് മസ്കുലർ ഡിസ്ട്രോഫി. ഇവിടെ ഈ പേര് പറയുന്നത് തന്നെ മസിൽസ് ഡീജനറേറ്റ് ആവും. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും മസിൽസ് ഇങ്ങനെ വീക്കായി നശിച്ചു പോവുകയാണ്. അപ്പോൾ ഈ മസിൽ വീക്കായി പിന്നെ നമുക്ക് കൂടുതൽ മൂവ്മെന്റ് സാധ്യമല്ല. നമ്മൾ ശരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് ദിവസം നല്ല വർക്കൗട്ട് ഒക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ വേദന മാറുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മസിൽ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതുകൊണ്ടാണ്, ആ ബോണുമായിട്ട് അറ്റാച്ച് ആവും, അപ്പം നല്ല സ്ട്രെങ്ത് കിട്ടും. പക്ഷേ ഇവരിൽ മസിൽ വീക്കായി പോകും. അങ്ങനെ അവരുടെ മൂവ്മെന്റിനെ അഫക്റ്റ് ചെയ്യും. അവർ കുറേശ്ശെ പാരലൈസ്ഡ് ആയി, പിന്നെ നടക്കാൻ പറ്റാതെ, പിന്നെ ഫുള്ളി ബെഡ് റിഡൻ ആയി പോകും. അങ്ങനെയുള്ളൊരു ജനിതക രോഗമാണ് മസ്കുലർ ഡിസ്ട്രോഫി. പിന്നെയുള്ള ടെറ്റനി, സഡൻ ഈ സ്പാസം വന്നിട്ട് ഈ കയ്യിൽ സ്പാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങുക, മസിൽസ് ചുരുങ്ങുന്നതാണ് ടെറ്റനി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബോഡിയിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് സാധാരണ ടെറ്റനി ഉണ്ടാകുന്നത്. പിന്നെ അടുത്തൊരു രോഗമാണ് ആർത്രൈറ്റിസ്. ഇത് അദ്ദേഹത്തിന്റെ കയ്യിലെ ഓരോ ഫെലാഞ്ചസിന്റെ ജോയിൻസ് നോക്കൂ, വീർത്തിരിക്കുന്നുണ്ട് അല്ലേ, സ്വെല്ലിംഗ്, അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ആണ് ഇവിടെ. ഇതിനെ വാദം എന്ന് പറയും. അതിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പൊ ഈ ഭാഗത്തിൽ ഭയങ്കര വേദനയായിരിക്കും ജോയിൻസിന്. ഇവർക്ക് ഈ രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റില്ല, കാരണം ജോയിൻസ് ഒക്കെ നല്ല വേദനയായിരിക്കും. അത് ഇൻഫ്ലമേഷൻ കൊണ്ടാണ്, അതാണ് ആർത്രൈറ്റിസ്. പിന്നെ ഉള്ളത് ഓസ്റ്റിയോപോറോസിസ്. ഇത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്, ഓസ്റ്റിയോ മീൻസ് ബോൺ, ഓക്കെ, ബോൺ പോറസ് ആയിട്ട് പോയി. അതായത് നമ്മുടെ ബോണിൽ ഡെൻസിറ്റി കണ്ടോ, ആദ്യത്തെ ബോൺ കണ്ടോ, ഹെൽത്തി ബോൺ നല്ല ഡെൻസിറ്റി ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ നിറച്ച് ഹോൾസ്, അതായത് ലോ ഡെൻസിറ്റിയാണ്. അതായത് ഫീമെയിൽസിൽ, സ്ത്രീകളിൽ ഒരു 50 വയസ്സോട് അടുക്കുമ്പോൾ അവർക്ക് ഈ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ആവും, അതായത് മെനോപ്പോ സ്റ്റേജ് എന്ന് പറയും അല്ലെ, ആർത്തവ വിരാമം. ആ സമയത്ത് ഇവരുടെ ഈസ്ട്രജൻ ലെവൽ കുറയും, കാരണം ഫീമെയിൽ ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ ലെവൽ അങ്ങ് കുറഞ്ഞു പോകും. അതിന്റെ കാരണം അവരുടെ ബോൺസിന്റെ ഡെൻസിറ്റിയും കുറയും. അതുകൊണ്ടാണ് അതിനെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെട്ടെന്ന് അധികം ശക്തി കാണില്ല, അതായത് പെട്ടെന്നൊക്കെ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രാക്ചർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ് ഓസ്റ്റിയോപോറോസിസ്. അത് ഏജ് റിലേറ്റഡ് ആണ്. ഈസ്ട്രജൻ കുറവായതുകൊണ്ട് സ്ത്രീകളിലാണ് കൂടുതലായും കണ്ടുവരുന്നത്, പുരുഷന്മാരിലും ഇല്ലാതില്ല. ഇനി ലാസ്റ്റ് ഗൗട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു തമ്പിൻ്റെ ഇവിടെ ആ ടോനെയിലിന്റെ വിക്ടോയുടെ താഴെ, അതായത് നമ്മുടെ തള്ളവിരലിന്റെ താഴെയായിട്ട് ഒരു സ്വെല്ലിംഗ് പോലെ വന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ അക്യൂമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്, നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ അത് അക്യൂമുലേറ്റ്, ഇതും നല്ല പെയിൻഫുൾ കണ്ടീഷനാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം. പക്ഷേ മയസ്തീനിയ ഗ്രാവിസും മസ്കുലർ ഡിസ്ട്രോഫിക്കൊക്കെ ട്രീറ്റ്മെന്റ് ലിമിറ്റഡ് ആണ്. കാരണം ഒന്ന് ജനിതക രോഗമാണ്, മറ്റൊന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണമെന്ന് പറയണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.